അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. ഞാൻ ജയിച്ചു നിൽക്കല്ലേ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? 139 MLA-മാരെയും 10-30 MP-മാരെയും ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അടുക്കള കയറി ഞെരങ്ങിയില്ലേ? അതെന്റെ വിജയല്ലേ? നീയാളൊരു മഹാനായി മാറി. അതെ, ജനങ്ങളെ കാണാത്ത, മലയോര കർഷകരെ കാണാത്ത ഇവര് അവിടെ വന്ന് കാല് പിടിച്ചില്ലേ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കാല് ഞാൻ പറയുന്നില്ല, ആ രീതിയിലേക്ക് ഇവരെ ഇറക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വിജയിച്ചു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്തവരവര് ഇനി വോട്ടല്ലേ, അത് വരുമ്പം വരും. ഇപ്പൊ ഇതാണോ വിജയം എന്നാണ് ഉദ്ദേശിക്കുന്നത്? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? അതാണ് ഞാൻ ചോദിക്കാൻ പോയത്. അങ്ങ് പറഞ്ഞ ഈ പിണറായി സത്തിനെതിരായ വോട്ട് അവിടെ വരുന്നു. അങ്ങ് ജയിച്ചില്ല എങ്കിലും അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ഒളിഞ്ഞിരിക്കുന്ന പിണറായി ജയിച്ചാലും വേണ്ടില്ല എന്ന്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന പിണറായി എന്ന് പറയുമ്പോൾ അത് ഷൗക്കത്താവുന്നു. അപ്പോൾ ഷൗക്കത്ത് ജയിച്ചാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങ് പറയുന്ന കാര്യങ്ങൾ, അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾ അവിടെ പ്രതിഫലിച്ചിരിക്കുന്നു. പക്ഷെ ജയിച്ചത് ഷൗക്കത്താണ്. ഞാൻ പറഞ്ഞ ശരിയായില്ലെന്ന് അപ്പോഴും അങ്ങേക്ക് പറയാം. അത് പിന്നെ ഇതാണ് എന്റെ ആദ്യത്തെ വിജയം കേട്ടോ. ജനങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കാത്തവർ ജനങ്ങളുടെ കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഹീറോയിസം? അത് തന്നെയാണ് ഹീറോയിസം. നമ്പർ 2, നിങ്ങൾ എല്ലാവരും ഇരുന്ന് പറഞ്ഞല്ലോ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന്. എന്താ 75.27% വോട്ടിംഗ് എങ്ങനെ വന്നത്? ഇതിന് മുമ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചല്ലോ, 63.1 വന്നുള്ളൂ. എന്താ വ്യത്യാസം? ഇനിയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിഷയം ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അൻവറിന് ഒരു മാറ്റമില്ല. അൻവർ പിണറായിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊരു പ്രധാന വിഷയമാണ് മലയോരം, മറ്റൊന്ന് പോലീസാണ്. ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നാളെ കാണാന്നേ.